നമസ്കാരം. 24-ന്റെ വാർത്താ പ്രഭാതത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ജൂൺ 12 ബുധനാഴ്ചയാണ്. ഇടവം 29 വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ പ്രതീക്ഷിക്കുന്ന ദിനമാണെന്ന്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം രാഹുൽ ഗാന്ധി ഇന്ന് വയനാട്ടിലേക്ക് എത്താൻ പോവുകയാണ്. രണ്ടിടത്ത് പൊതുസമ്മേളനം തീരുമാനിച്ചിട്ടുണ്ട്. റായ്ബറേലിയാണോ വയനാടാണോ രാഹുൽ നിലനിർത്തുക എന്നുള്ള ചോദ്യങ്ങൾക്കൊക്കെയിടെ രാഹുലിന്റെ വയനാട്ടിലെ സന്ദർശനം അത് പ്രധാനമാണ്. ഒപ്പം തന്നെ നിയമസഭയിൽ ഇന്ന് എന്തൊക്കെ നടക്കും എന്നുള്ള കാര്യവും ഇന്നത്തെ വാർത്താ ദിനത്തിൽ നമ്മൾ ഉറ്റുനോക്കുന്നതാണ്. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കേരളത്തിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. ഇന്ന് കോഴിക്കോടും കണ്ണൂരുമൊക്കെ വിവിധ ക്ഷേത്രങ്ങളിൽ അദ്ദേഹം സന്ദർശനം നടത്താൻ പോകുന്നു. ആഭ്യന്തര വകുപ്പിന്റെ ധനാഭ്യർത്ഥന ചർച്ച ഇന്ന് നിയമസഭയിലേക്ക് വരാൻ പോവുകയാണ്. അതുപോലെ സംസ്ഥാനത്ത് പുതിയ മദ്യനയം രൂപീകരിക്കാൻ ഒരുങ്ങുന്നുണ്ട് സർക്കാർ. നമുക്കറിയാം, വലിയ വിവാദങ്ങൾ അതുമായി ബന്ധപ്പെട്ട് രൂപപ്പെട്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ ബാർ ഉടമകളുമായി എക്സൈസ് മന്ത്രി ഇന്ന് ചർച്ച നടത്തും എന്നുള്ള വിവരമുണ്ട്. പുതിയ മദ്യനയത്തിന് പക്ഷേ അന്തിമ രൂപം നൽകുക മുന്നണിയിലെ കൂടിയാലോചനകൾക്ക് ശേഷമായിരിക്കും. ഏത് തരത്തിലാണ് അതിന്റെ തുടർവാർത്തകൾ വരുന്നത് എന്നുള്ളത് ശ്രദ്ധേയം. ഒപ്പം തന്നെ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നു. സ്ഥാനാർത്ഥികൾ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. പി സുനീറും ജോസ് കെ മാണിയും പത്രിക സമർപ്പിക്കും. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട വാർത്തകളായി ഇന്ന് പ്രതീക്ഷിക്കുന്നതാണ്. ഇതിൻ്റെയൊക്കെ വിശദാംശങ്ങൾ പരിശോധിക്കാം. അതടക്കം ചേർത്തുകൊണ്ടുള്ള 100 ന്യൂസാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. നോക്കാം പ്രധാനപ്പെട്ട 100 വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം രാഹുൽ ഗാന്ധി ഇന്ന് വയനാട്ടിൽ. എടവണ്ണയിലും കൽപ്പറ്റയിലും പൊതുസമ്മേളനം. മണ്ഡലമൊഴിയുന്നതിൽ നിർണായക പ്രഖ്യാപനമുണ്ടായേക്കും. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കേരളത്തിൽ തിരിച്ചെത്തി. ഇന്ന് കോഴിക്കോട്ടും കണ്ണൂരിലും വിവിധ ക്ഷേത്രങ്ങളിൽ സന്ദർശനം നടത്തും. EK നായനാരുടെ വസതി സന്ദർശിക്കും. BJP നേതാക്കളുമായി ഇന്ന് കൂടിക്കാഴ്ച. ആഭ്യന്തര വകുപ്പിന്റെ ധനാഭ്യർത്ഥന ചർച്ച ഇന്ന് നിയമസഭയിൽ. രാഹുൽ ഗാന്ധിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് UDF നേതാക്കൾ ചർച്ചയിൽ പങ്കെടുത്തേക്കില്ല. ലോക കേരള സഭ നടക്കുന്നതിനാൽ സഭ ഇന്ന് പിരിയും. സംസ്ഥാനത്ത് പുതിയ മദ്യനയം രൂപീകരിക്കാനൊരുങ്ങി സർക്കാർ. ബാർ ഉടമകളുമായി എക്സൈസ് മന്ത്രി ഇന്ന് ചർച്ച നടത്തും. പുതിയ മദ്യനയത്തിന് അന്തിമ രൂപം നൽകുക മുന്നണിയിലെ ചർച്ചയ്ക്ക് ശേഷം. LDFന്റെ രാജ്യസഭാ സ്ഥാനാർത്ഥികൾ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. പി സുനീറും ജോസ് കെ മാണിയും പത്രിക നൽകും. തെരഞ്ഞെടുപ്പ് ഈ മാസം 25-ന്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് പിന്നാലെ കെ മുരളീധരൻ ഡൽഹിയിലേക്ക്. ദേശീയ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. തൃശൂരിലെ സാഹചര്യം നേതൃത്വത്തെ ധരിപ്പിക്കും. ഒഡീഷ, ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ ഇന്ന്. ഒഡീഷയുടെ ആദ്യ BJP മുഖ്യമന്ത്രിയായി മോഹൻ ചരൺ മാഞ്ചി സത്യപ്രതിജ്ഞ ചെയ്യും. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായി ചന്ദ്രബാബു നായിഡു സത്യവാചകം ചൊല്ലും. ജമ്മുകശ്മീരിലെ റിയാസിയിൽ ഭീകരാക്രമണം നടത്തിയ തീവ്രവാദിയുടെ രേഖാചിത്രം പുറത്തുവിട്ട് പോലീസ്. വിവരം നൽകുന്നവർക്ക് 20 ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചു. മേഖലയിൽ തെരച്ചിൽ തുടർന്ന് സൈന്യം. സംസ്ഥാനത്ത് മഴ തുടരും. ഇന്ന് 5 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ശക്തമായ കാറ്റിനും സാധ്യത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. മൂന്നാറിലെ ഭൂമി കയ്യേറ്റവുമായി ബന്ധപ്പെട്ട ഹർജികൾ ഇന്ന് ഹൈക്കോടതിയിൽ. വ്യാജ പട്ടയങ്ങൾ നൽകിയതിൽ ഏതന്വേഷണം വേണമെന്ന് കോടതി തീരുമാനമെടുക്കും. മൂന്നാറിലെ ഭൂമി കയ്യേറ്റത്തിലും വ്യാജ പട്ടയ നിർമ്മാണത്തിലും CBI അന്വേഷണത്തിന് സാധ്യത. 2020 ലോകകപ്പിൽ സൂപ്പർ 8 ഉറപ്പിക്കാൻ ടീം ഇന്ത്യ ഇന്നിറങ്ങും. എതിരാളികൾ അമേരിക്ക. മത്സരം രാത്രി 8-ന് ന്യൂയോർക്കിൽ. നോക്കാവിന് കേരളത്തിലെ ചില പ്രധാന വാർത്തകൾ. മലബാറിൽ +1 സീറ്റ് പ്രതിസന്ധി അതിരൂക്ഷം. പ്രതിഷേധം കടുപ്പിക്കാൻ കോൺഗ്രസ്. സീറ്റ് പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഇന്ന് കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തും. മൂന്നാറിലെ കയ്യേറ്റം ഒഴിപ്പിക്കൽ നടപടികൾ പുരോഗമിക്കുന്നു. രവീന്ദ്രൻ പട്ടയങ്ങൾ വിതരണം ചെയ്തതിൽ ഉദ്യോഗസ്ഥരുടെ പങ്ക് അന്വേഷിക്കുന്നുണ്ടെന്ന് ഇടുക്കി കളക്ടർ ഷീബ ജോർജ്. പട്ടയങ്ങൾ റദ്ദാക്കി പുതിയ പട്ടയം നൽകുമെന്നും ജില്ലാ കളക്ടർ. മലപ്പുറം പരപ്പനങ്ങാടിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ 15 വയസ്സുകാരിയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന്. മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് പോസ്റ്റ്മോർട്ടം. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് പോലീസ്. ബാലവേല തടയാൻ തൊഴിൽ വകുപ്പ് സംഘടിപ്പിക്കുന്ന കർമ്മ പദ്ധതിയുടെ ഉദ്ഘാടനം ഇന്ന്. മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്യും. തൊഴിൽ വകുപ്പ് തുടക്കമിടുന്നത് 1 വർഷത്തെ കർമ്മ പദ്ധതികൾക്ക്. പാഠ്യപദ്ധതി പരിഷ്കരിച്ച് സാങ്കേതിക സർവകലാശാല. ബിടെക് വിദ്യാർത്ഥികൾക്ക് ഈ അധ്യയന വർഷം മുതൽ പരിഷ്കരിച്ച പാഠ്യപദ്ധതി എന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. റോബോട്ടിക്സ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡാറ്റാ സയൻസ് തുടങ്ങിയ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് പുതിയ പാഠ്യപദ്ധതി. സംസ്ഥാന പാതയുടെ അവകാശവാദം ഉന്നയിച്ച് കോഴിക്കോട് NIT സ്ഥാപിച്ച ബോർഡ് എടുത്തുമാറ്റി PWD. കുന്നമംഗലം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ശ്രീജയന്റെ നേതൃത്വത്തിലാണ് ബോർഡ് നീക്കം ചെയ്തത്.
വിനോദസഞ്ചാര കേന്ദ്രമായ പാഞ്ചാലിമെട്ടിൽ വനം ടൂറിസം വകുപ്പുകളുടെ സംയുക്ത സർവേ ആരംഭിച്ചു. സർവേ പുരോഗമിക്കുന്നത് ഇടുക്കി സബ് കളക്ടറുടെ നേതൃത്വത്തിൽ. സൗഹൃദം സ്ഥാപിച്ച് വനിതാ ഡോക്ടറിൽ നിന്ന് 7 ലക്ഷം രൂപയും 30 പവനും തട്ടിയെടുത്ത യൂട്യൂബർ അറസ്റ്റിൽ. തൃശൂർ ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്ത് എറണാകുളം സ്വദേശി ജയശങ്കറിനെ. അടൂർ ടൗണിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷം. പ്രതിസന്ധിക്ക് കാരണം റോഡിന് ഇരുവശവുമുള്ള അനധികൃത പാർക്കിംഗ് എന്ന ആരോപണം. പ്രതിഷേധത്തിനൊരുങ്ങി നാട്ടുകാർ. കോട്ടയം ചെമ്പ് പഞ്ചായത്തിലെ മുറിഞ്ഞപുഴ ബ്രഹ്മമംഗലം പ്രദേശത്തെ ബന്ധിപ്പിക്കുന്ന വാലേൽ പാലത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നു. ആദ്യഘട്ട നടപടികൾ പൂർത്തിയായി. സാമൂഹികാഘാത പഠന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വിദഗ്ധ സമിതി സ്ഥലം സന്ദർശിച്ചു. കാസർഗോഡ് കാഞ്ഞങ്ങാട് നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഹോട്ടലുകളിൽ വ്യാപക പരിശോധന. 5 ഹോട്ടലുകളിൽ നിന്നും പഴകിയ ഭക്ഷണ സാധനങ്ങളും നിരോധിച്ച പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളും പിടിച്ചെടുത്തു. ഹോട്ടലുകൾക്ക് നോട്ടീസ്. ട്രാഫിക് പരിഷ്കരണ കമ്മിറ്റികൾ തീരുമാനമെടുത്തിട്ടും പുനലൂർ KSRTC മൈതാനത്തിലെ ഗതാഗത പ്രശ്നം പരിഹരിക്കാൻ നടപടിയായില്ല. മൂവാറ്റുപുഴ സംസ്ഥാന ഹൈവേ ദേശീയപാതയിൽ സംഗമിക്കുന്ന TB ജംഗ്ഷനിൽ ഡിവൈഡറുകൾ സ്ഥാപിച്ചതുപോലെ ഇവിടെയും സ്ഥാപിക്കണമെന്ന് ആവശ്യം. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പ്രശ്നങ്ങൾ MLA-മാരുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയുമായി ചർച്ച ചെയ്തു. അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് മുഖ്യമന്ത്രിയുടെ ഉറപ്പ്. ചർച്ചയിൽ MLA-മാർക്കൊപ്പം സമരസമിതി പ്രതിനിധികളായ R. അജയൻ, P. ഷൈനി എന്നിവരും പങ്കെടുത്തു. കുതിരാൻ തുരങ്കത്തിന്റെ അറ്റകുറ്റപ്പണി അവസാന ഘട്ടത്തിൽ. ലൈറ്റുകളും ഫാനും സ്ഥാപിക്കുന്ന ജോലികൾ പുരോഗമിക്കുന്നു. സുരക്ഷാ പരിശോധനയ്ക്ക് ശേഷം തുരങ്കം തുറന്നുകൊടുക്കും. പണി തുടങ്ങി 6 വർഷമായിട്ടും ഇരുകരകളും മുട്ടാതെ കൊല്ലം ഇലഞ്ഞിക്കോട് പാലം. നെടുവത്തൂർ എഴുകോൺ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പാലത്തിന് പണി നിലച്ചിട്ട് വർഷം 1 കഴിഞ്ഞു. അടിയന്തര ഇടപെടൽ വേണമെന്ന് പ്രദേശവാസികൾ. നിലമ്പൂർ അടക്കരയിൽ പഴകിയ മത്സ്യം പിടികൂടി. പിടിച്ചെടുത്തത് 25 കിലോ മത്സ്യം. ഭക്ഷ്യയോഗ്യമല്ലാത്ത മത്സ്യം പിടികൂടിയത് ഭക്ഷ്യസുരക്ഷാ വിഭാഗം നടത്തിയ പരിശോധനയിൽ. കോഴിക്കോട് ബാലുശ്ശേരി കണ്ണാടിപ്പൊയിലിൽ 60 ലിറ്റർ വാഷ് പിടികൂടി. താമരശ്ശേരി എക്സൈസ് സർക്കിളിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് വാഷ് പിടികൂടിയത്. തിരുവനന്തപുരം ഭാരത് ഭവൻ ശാസ്താക്ഷേത്രം റോഡ് നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നതായി പരാതി. നിർമ്മാണ ജോലികൾ ആരംഭിച്ചത് 2020-ൽ. നിർമ്മാണ പ്രവൃത്തികൾ ഉടൻ പൂർത്തിയാക്കണമെന്ന് നാട്ടുകാർ. പാലക്കാട് കാഞ്ഞിരപ്പുഴയിൽ തെരുവുനായശല്യം അതിരൂക്ഷം. ജനങ്ങൾ ഭീതിയിൽ. അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യം. വയനാട് വെള്ളമുണ്ട പുളിഞ്ഞാൽ മൊതക്കര റോഡ് നിർമ്മാണത്തിലെ മെല്ലെപ്പോക്കിൽ പ്രതിഷേധം ശക്തം. കൽപ്പറ്റ PMGSY പ്രൊജക്ട് ഓഫീസിന് മുന്നിൽ ഉപവാസ സമരം നടത്തി ജനതാദൾ S. JDS അഖിലേന്ത്യാ സെക്രട്ടറി ജുനൈദ് കൈപ്പാണി ഉദ്ഘാടനം ചെയ്തു. കൊച്ചി കോർപ്പറേഷനിൽ ടിപ്പർ ലോറിയിൽ മാലിന്യം നീക്കം ചെയ്യാനുള്ള ടെൻഡർ നടപടികളിൽ അട്ടിമറിയെന്ന് ആരോപണം. കഴിഞ്ഞ 5 തവണ ടെൻഡർ വിളിച്ചിട്ടും റദ്ദാക്കി പഴയ കരാറുകാരനെ തന്നെ നിലനിർത്തുകയാണെന്ന് ആക്ഷേപം. കൊല്ലം കാവനാട് മെഡിക്കൽ സ്റ്റോർ കുത്തിത്തുറന്ന് മോഷണം. 1.25 ലക്ഷം രൂപ കവർന്നു. അന്വേഷണം തുടങ്ങി പോലീസ്. തൃശൂർ മുരിയാട് ഗ്രാമപഞ്ചായത്ത് SSLC+2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെ ആദരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് J. ചിറ്റിലപ്പള്ളി അധ്യക്ഷനായി. മണ്ണാർക്കാട് അഡീഷണൽ ജഡ്ജും സ്പെഷ്യൽ ജഡ്ജുമായ ജോമോൻ ജോൺ മുഖ്യാതിഥിയായി. ലോക രക്തദാന ദിനത്തിൽ യൂത്ത് കോൺഗ്രസ് S നേതാക്കളും പ്രവർത്തകരും സംസ്ഥാനത്തെ വിവിധ ബ്ലഡ് ബാങ്കുകളിലേക്ക് രക്തദാനം നടത്തുന്നു. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ബ്ലഡ് ബാങ്കിൽ വെച്ച് വെള്ളിയാഴ്ച രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിക്കും. സുരേഷ് ഗോപി കേന്ദ്ര സഹമന്ത്രിയായി ചുമതലയേറ്റതിന് പിന്നാലെ അരിമ്പൂരിൽ ആഹ്ലാദ പ്രകടനം നടത്തി BJP പ്രവർത്തകർ. വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെ നടന്ന പ്രകടനത്തിൽ 100 കണക്കിന് പേർ അണിനിരന്നു. +2 പരീക്ഷയിൽ മികച്ച മാർക്ക് വാങ്ങിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്നതിനായി മലപ്പുറം നാരോക്കാവ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ടോപ്പേഴ്സ് മീറ്റ് സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ അസിസ്റ്റന്റ് കളക്ടർ ആര്യ VM മുഖ്യാതിഥിയായി. അയർലൻഡിൽ നടന്ന കൗണ്ടി കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ മലയാളിയായ പിതാവിനും മകനും വിജയം. താല സൗത്ത് മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച ബേബി പേരെപ്പാടൻ, താല സെൻട്രലിൽ നിന്ന് മത്സരിച്ച മകൻ ഡോക്ടർ ബ്രിട്ടോ പേരെപ്പാടൻ എന്നിവരാണ് വിജയിച്ചത്. ഇരുവരും ഭരണകക്ഷിയായ ഫൈൻ ഗെയിൽ പാർട്ടിയുടെ സ്ഥാനാർത്ഥികളായാണ് ജനവിധി തേടിയത്. കേരള കാർട്ടൂൺ അക്കാദമി പൊതുതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി സംഘടിപ്പിച്ച കാർട്ടൂൺ മത്സരത്തിലെ ജേതാക്കളെ പ്രഖ്യാപിച്ചു. ധനമന്ത്രി KN ബാലഗോപാൽ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ എന്നിവർ ചേർന്ന് ജേതാക്കൾക്ക് സമ്മാനങ്ങൾ നൽകി. ജൂറി അംഗങ്ങളായ R. രാധാകൃഷ്ണൻ, ടൂൺസ് ആനിമേഷൻ വൈസ് പ്രസിഡന്റ് വിനോദ് AS ജോൺസൺ, കാർട്ടൂൺ അക്കാദമി സെക്രട്ടറി A. സതീഷ് എന്നിവർ സംസാരിച്ചു.
മുംബൈയിലെ കൊളാബ മലയാളി അസോസിയേഷനെ 2024-27 വർഷങ്ങളിലെ ഭരണസമിതി അംഗങ്ങളെ തിരഞ്ഞെടുത്തു. എബ്രഹാം ജോൺ പ്രസിഡന്റ്, എബി തേവരോട്ട് എബ്രഹാമിനെ ജനറൽ സെക്രട്ടറിയായും സന്തോഷ് പിള്ളയെ ട്രഷററായും തിരഞ്ഞെടുത്തു. നോക്കാമിനി പ്രധാന അറിയിപ്പുകൾ. എറണാകുളം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ റേഡിയോളജിസ്റ്റ് ഒഴിവിൽ താൽക്കാലിക നിയമനം നടത്തുന്നു. അഭിമുഖം ഇന്ന്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ രജിസ്ട്രാർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 22. എറണാകുളം സെന്റ് തെരേസാസ് കോളേജിൽ മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ് വിഷയങ്ങളിൽ അധ്യാപക ഒഴിവ്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഇന്ന്. ക്ഷീരവികസന വകുപ്പിൽ കോപ്പറേറ്റീവ് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് എക്സ്പോർട്ട് തസ്തികയിൽ നിയമനം നടത്തുന്നു. അഭിമുഖം ഈ മാസം 19. കോഴിക്കോട് നാദാപുരം താലൂക്ക് ആശുപത്രിയിൽ ലാബ് അസിസ്റ്റന്റ് അറ്റൻഡറെ നിയമിക്കുന്നു. അഭിമുഖം ഇന്ന് രാവിലെ 11:30 സൂപ്രണ്ടിന്റെ ഓഫീസിൽ. എറണാകുളം ജില്ലയിൽ സംസ്ഥാന ഫിഷറീസ് വകുപ്പ് നടപ്പാക്കുന്ന ജനകീയ മത്സ്യകൃഷി പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 20. കാലടി സംസ്കൃത സർവകലാശാല പുതുതായി ആരംഭിക്കുന്ന 4 വർഷ ബിരുദം BFA ഡിപ്ലോമ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഇന്നാണ്. വിശദമായ വിവരങ്ങൾ വെബ്സൈറ്റിൽ. കേരള സംസ്ഥാന പിന്നാക്ക വിഭാഗ കമ്മീഷൻ ഈ മാസം 15 എറണാകുളം ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിൽ സിറ്റിംഗ് നടത്തും. സിറ്റിംഗിൽ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് G ശശിധരൻ, മെമ്പർ ഡോക്ടർ AV ജോർജ് എന്നിവർ പങ്കെടുക്കും. പാലക്കാട് തോലന്നൂർ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ സ്റ്റാറ്റിസ്റ്റിക്സ് വിഭാഗത്തിൽ ഗസ്റ്റ് അധ്യാപക ഒഴിവ്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഇന്ന്. വൈത്തിരി താലൂക്ക് ആശുപത്രിയിൽ ഫാർമസിസ്റ്റ്, ലാബ് ടെക്നീഷ്യൻ തസ്തികയിൽ താൽക്കാലിക നിയമനം നടത്തുന്നു. അഭിമുഖം ഈ മാസം 20. നോക്കാമിന് ദേശീയ വാർത്തകൾ. ജമ്മുവിൽ വീണ്ടും ഭീകരാക്രമണം. ഹിരാനഗറിൽ വെടിവെപ്പ്. ഒരു തീവ്രവാദിയെ വധിച്ച് സൈന്യം. 2 പ്രദേശവാസികൾക്ക് പരുക്ക്. BJP സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തി അയോധ്യയിലെ ജനങ്ങൾ ക്ഷേത്ര രാഷ്ട്രീയം തിരുത്തിയെന്ന് NCP നേതാവ് ശരത് പവാർ. UP-യിലെ ജനങ്ങൾ മാറി ചിന്തിച്ചു. BJPക്കും മോദിക്കും ഏറ്റ കനത്ത തിരിച്ചടിയാണ് അയോധ്യയിലെ തോൽവിയെന്നും ശരത് പവാർ. ഡൽഹിയിലെ വൈദ്യുതി പ്രതിസന്ധിയിൽ കേന്ദ്ര ഊർജ്ജമന്ത്രിക്ക് കത്തെഴുതി മന്ത്രി അതിഷി. രാജ്യതലസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധിയിൽ ഉടൻ പരിഹാരം കാണണമെന്ന് ആവശ്യം. ഉത്തർപ്രദേശിലെ നോയിഡയിൽ പെട്രോൾ പമ്പിൽ തീപിടുത്തം. ആളപായമില്ല. 10 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി തീ അണച്ചു. ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി ഇന്ത്യയുടെ പുതിയ കരസേനാ മേധാവി. നിയമനം ജനറൽ മനോജ് പാണ്ഡെ വിരമിക്കുന്ന ഒഴിവിൽ ജൂലൈ 1 ചുമതല ഏറ്റെടുക്കും. റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ 2 ഇന്ത്യക്കാർക്ക് ദാരുണാന്ത്യം. കൊല്ലപ്പെട്ടത് റഷ്യ റിക്രൂട്ട് ചെയ്ത ഇന്ത്യൻ പൗരന്മാർ. റഷ്യൻ സൈന്യത്തോടൊപ്പമുള്ള ഇന്ത്യക്കാരുടെ മോചനത്തിനായി ഇടപെടൽ ആരംഭിച്ചതായി വിദേശകാര്യ മന്ത്രാലയം. ടോൾ ജീവനക്കാർ പണം ചോദിച്ചതിൽ പ്രകോപിതനായി ടോൾ ബൂത്ത് അടിച്ചു തകർത്ത് JCB ഡ്രൈവർ. സംഭവം ഡൽഹി ലക്നൌ ഹൈവേയിലെ ജിരസാസി ടോൾ പ്ലാസയിൽ. ഹരിയാന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ BJP പൂർണ്ണമായും തുടച്ചു നീക്കപ്പെടുമെന്ന് ഹരിയാന മുൻ മുഖ്യമന്ത്രി ഭൂപേന്ദ്ര സിംഗ് ഹൂഡ. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ വോട്ട് ശതമാനത്തിൽ വൻ വർധനയുണ്ടായി. BJPയുടെ വോട്ടിൽ 12% കുറവുണ്ടായെന്നും ഭൂപേന്ദ്ര സിംഗ് ഹൂഡ. നോയിഡയിൽ അതിവേഗത്തിലെത്തിയ ബസ് കടയിലേക്ക് പാഞ്ഞുകയറിയ അപകടം. 1 മരണം, ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. അന്വേഷണം ആരംഭിച്ച് പോലീസ്. നോക്കാമിന് രാജ്യാന്തര വാർത്തകൾ. അനധികൃതമായി തോക്ക് കൈവശം വെച്ച കേസിൽ US പ്രസിഡന്റ് ജോ ബൈഡന്റെ മകൻ ഹണ്ടർ ബൈഡൻ കുറ്റക്കാരനെന്ന് കോടതി. കേസിൽ അന്തിമവാദം പൂർത്തിയായി. ശിക്ഷാവിധി പിന്നീട് തീരുമാനിക്കും. ചൈനീസ് പ്രധാനമന്ത്രി ലീ ക്യുയാങ് ഈ ആഴ്ച ഓസ്ട്രേലിയ സന്ദർശിക്കും. 4 ദിവസത്തെ സന്ദർശനം ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി. കൺസർവേറ്റീവ് പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പുറത്തിറക്കി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക്. കൂടുതൽ നികുതി ഇളവ് നൽകുമെന്ന് പത്രികയിൽ വാഗ്ദാനം. ആണവായുധ പരിശീലനത്തിന്റെ 2ാം ഘട്ടം ആരംഭിച്ച് റഷ്യയും ബെലാറസും. അമേരിക്കയും യൂറോപ്യൻ സഖ്യകക്ഷികളും യുക്രൈന് ആയുധങ്ങൾ നൽകി ലോകത്തെ ആണവശക്തികൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിന്റെ വക്കിലേക്ക് തള്ളിവിടുകയാണെന്ന് റഷ്യ. യമനിൽ കുടിയേറ്റ ബോട്ട് മുങ്ങി 49 പേർ മരിച്ചു. 140 പേരെ കാണാതായി. അപകടത്തിൽപ്പെട്ടത് ഹോൺ ഓഫ് ആഫ്രിക്കയിൽ നിന്ന് യമനിലേക്ക് അഭയാർത്ഥികളുമായി പോയ ബോട്ട്. യമനിലെ ഹൂതികൾക്ക് മുന്നറിയിപ്പുമായി UN. ഹൂതികൾ തടവിലാക്കിയ UN ഉദ്യോഗസ്ഥരെ ഉടൻ മോചിപ്പിക്കണമെന്ന് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടേറസ്. മോചനം വൈകിയാൽ പ്രത്യാഘാതം വലുതായിരിക്കുമെന്ന് UN മേധാവി.
കുവൈത്തിലെ ഇന്ത്യൻ എംബസി സംഘടിപ്പിക്കുന്ന ഓപ്പൺ ഹൗസ് ഇന്ന് രാവിലെ 10-ന് രജിസ്ട്രേഷൻ ആരംഭിക്കും. ഇന്ത്യൻ സ്ഥാനപതിയും കോൺസുലർ ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. ഹജ്ജ് കർമ്മങ്ങൾ വെള്ളിയാഴ്ച ആരംഭിക്കും. തീർത്ഥാടകരിൽ ഭൂരിഭാഗവും മക്കയിലെത്തി. നാളെ രാത്രിയോടെ തീർത്ഥാടകർ മിനായിലേക്ക് നീങ്ങിത്തുടങ്ങും. ഖത്തറിൽ ബലിപെരുന്നാൾ അവധി പ്രഖ്യാപിച്ചു. സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് 7 ദിവസം അവധി. കുവൈത്തിൽ സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് ഈ മാസം 14 മുതൽ 5 ദിവസം അവധി. 100 ന്യൂസിലേക്ക് വീണ്ടും നോക്കാം. ഇനി ബിസിനസ് വാർത്തകൾ. BPCL പൊതുമേഖലാ കമ്പനിയായി തുടരുമെന്ന് പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനിലെയും HPCLലെയും സർക്കാർ ഓഹരികൾ വിറ്റഴിക്കാൻ ആലോചനയില്ല. കായിക പ്രേമികൾക്കായി പുതിയ ഡേറ്റാ പ്ലാനുകൾ അവതരിപ്പിച്ച് വോഡാഫോൺ ഐഡിയ. ഈ മാസവും അടുത്ത മാസവുമായി നടക്കുന്ന ICC ക്രിക്കറ്റ് ലോകകപ്പ്, യൂറോ കപ്പ് ഫുട്ബോൾ, കോപ്പ അമേരിക്ക ടൂർണമെന്റുകൾ കണക്കിലെടുത്താണ് പുതിയ പ്ലാൻ അവതരിപ്പിച്ചത്. ബ്ലിങ്കിറ്റിൽ 300 കോടി രൂപ നിക്ഷേപിക്കാനൊരുങ്ങി സൊമാറ്റോയിൽ നിന്നുള്ള ഏറ്റവും പുതിയ നിക്ഷേപം എടുത്തതിന് ശേഷം ബ്ലിങ്കിറ്റിലേക്കുള്ള മൊത്തം നിക്ഷേപം 2300 കോടി രൂപയായി ഉയർത്തും. 9 രാജ്യങ്ങളിൽ കൂടി ആപ്പിൾ വിഷൻ പ്രോ ലഭ്യമാകും. പട്ടികയിൽ ഇന്ത്യയില്ല. ചൈന, ഹോങ്കോങ്, ജപ്പാൻ, സിംഗപ്പൂർ എന്നീ രാജ്യങ്ങളിൽ ഈ വെള്ളിയാഴ്ച മുതൽ വിഷൻ പ്രോ പ്രീ ഓർഡർ ലഭ്യമാകും. ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കളായ ഒല ഇലക്ട്രിക്കിന്റെ പ്രാരംഭ പബ്ലിക് ഓഫറിംഗിന് സെബിയുടെ അനുമതി. 7250 കോടി രൂപയുടെ IPOയ്ക്കാണ് അനുമതി ലഭിച്ചത്. IPOയ്ക്കായി ഫയൽ ചെയ്ത ആദ്യ ഇന്ത്യൻ ഇലക്ട്രിക് ഇരുചക്ര വാഹന നിർമ്മാതാക്കളാണ് ഒല. വിവിധ വകുപ്പുകളിലായി 49 ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ച് സെബി. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 30. ഇനി നോക്കാം കായിക വാർത്തകൾ. 2020 ലോകകപ്പിൽ പാകിസ്ഥാൻ ആദ്യ ജയം. കാനഡയെ 7 വിക്കറ്റിന് പരാജയപ്പെടുത്തി. 2 വിക്കറ്റ് എടുത്ത മുഹമ്മദ് അമീർ കളിയിലെ താരം. ജയത്തോടെ സൂപ്പർ 8 സാധ്യത നിലനിർത്തി പാകിസ്ഥാൻ. ഇന്ത്യക്കെതിരായ ഖത്തറിന്റെ വിവാദ ഗോളിൽ പ്രതികരിച്ച മുൻ ഇന്ത്യൻ താരം IM വിജയൻ. റഫറിയുടെ പിഴവ് അംഗീകരിക്കാനാവില്ല. ഇന്ത്യൻ ടീമിനെ കൊലയ്ക്ക് കൊടുത്ത റഫറിമാരെ വിലക്കണമെന്നും IM വിജയൻ 24നോട്. പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിനെതിരെ ഗുരുതര ആരോപണവുമായി മുൻ നായകൻ മുഹമ്മദ് ഹഫീസ്. 2020 ലോകകപ്പ് ടീമിൽ ഉൾപ്പെടുത്താനായി മുഹമ്മദ് ആമിർ, ഇമാദ് വസീം ഉൾപ്പെടെയുള്ള താരങ്ങളുമായി ഡീലുണ്ടാക്കി. ബോർഡിന് അതിമോഹമെന്നും വിമർശനം. അന്താരാഷ്ട്ര ഫുട്ബോൾ സൗഹൃദ മത്സരത്തിൽ അയർലൻഡിനെ തകർത്ത് പോർച്ചുഗൽ. പറങ്കിപ്പടയുടെ ജയം എതിരില്ലാത്ത 3 ഗോളുകൾക്ക്. ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് ഇരട്ട ഗോൾ. യൂറോ കപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പോളണ്ടിന് തിരിച്ചടി. പരിക്കിനെ തുടർന്ന് നായകൻ റോബർട്ട് ലെവൻഡോസ്കിക്ക് ആദ്യ മത്സരം നഷ്ടമാകും. പോളണ്ടിന്റെ ആദ്യ മത്സരം ഈ മാസം 16-ന് നെതർലാൻഡ്സിനെതിരെ. ഫിഫ ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ ഒമാനെ സമനിലയിൽ തളച്ച കിർഗിസ്ഥാൻ. ഗ്രൂപ്പ് ഡിയിലെ അവസാന മത്സരം ഓരോ ഗോൾ വീതം നേടി പിരിഞ്ഞു. ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി ഒമാൻ 3-ാം റൗണ്ടിൽ. നോക്കാമിനി കലാസാംസ്കാരിക സിനിമാ വാർത്തകൾ. നവാഗതനായ ശ്രീജിത്ത് നായർ സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രത്തിന്റെ ചിത്രീകരണം ആലുവയിൽ ആരംഭിച്ചു. സജിത് ഗോപു, അനശ്വര രാജൻ എന്നിവരാണ് പ്രധാന വേഷത്തിൽ എത്തുന്നത്. ഫഹദ് ഫാസിലാണ് ചിത്രം നിർമ്മിക്കുന്നത്. നോക്കാമിനി ഫാക്ട്. തള്ളി സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന ട്രെയിൻ എന്ന പേരിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജം. ബീഹാറിലെ ക്യൂൾ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിലെ കോച്ചിൽ തീപിടിച്ചതിനെ തുടർന്ന് കോച്ചുകൾ വേർപെടുത്തുന്ന ദൃശ്യങ്ങളാണ് തെറ്റായി പ്രചരിപ്പിക്കുന്നത്. നോക്കാമിനി ലേറ്റസ്റ്റ് ന്യൂസ്. പാകിസ്ഥാനിൽ യുവാക്കൾക്കിടയിൽ മയക്കുമരുന്ന് ഉപയോഗം വർദ്ധിക്കുന്നതായി പഠനം. രാജ്യത്തെ 7 ദശലക്ഷം യുവാക്കൾ മയക്കുമരുന്നിന് അടിമകളെന്ന് റിപ്പോർട്ട്. സ്പീഡ് ബോട്ടിൽ അനധികൃതമായി തായ്പേയ് തുറമുഖത്ത് പ്രവേശിച്ച മുൻ ചൈനീസ് നാവികസേനാ കമാൻഡർ അറസ്റ്റിൽ. ചൈനയും തായ്വാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാകുന്നതിനിടയിലാണ് അനധികൃത പ്രവേശനം. വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ട മലാവി വൈസ് പ്രസിഡന്റ് സൗലോസ് ചിലിമയുടെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി ഇന്ത്യൻ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ. കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്ന് എക്സിൽ കുറിച്ചു. യുഎസിലെ അറ്റ്ലാന്റയിലെ ഫുഡ് കോർട്ടിൽ വെടിവെപ്പ്. 3 പേർക്ക് പരിക്കേറ്റു. പ്രതിക്കായി തെരച്ചിൽ ഊർജിതം. നോക്കാമിനി ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്തകൾ. കത്വയിൽ ഭീകരാക്രമണം നടത്തിയ ഒരു ഭീകരനെ വധിച്ചതായി പോലീസ്. ആക്രമണം നടത്തിയത് പാക് ഭീകരനെന്ന് ADGP ആനന്ദ് ജെയിൻ. ഫിലിപ്പീൻസിലെ പലാവാനിൽ ഭൂചലനം. 5.4 തീവ്രത രേഖപ്പെടുത്തി. നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തിട്ടില്ല.
ഈ റിപ്പോർട്ടോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർത്തിയാവുകയാണ്.